അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൽ കാല്, ഉത്രത്തിൻ്റെ ആദ്യ പാദം. ഈ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്നത്. ഫെബ്രുവരി 3-ന് 7-ാം ഭാവത്തിലാണ് ബുധൻ. ചില പങ്കാളിത്ത ജോലികൾ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സോ അല്ലെങ്കിൽ ഒന്നിച്ച് ഒരു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ പരസ്പരം ജോയിൻ്റായിട്ടോ ചെയ്യുന്ന ബിസിനസ്സുകളും മറ്റുമൊക്കെ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുതിയ നൂതന ബിസിനസ്സുകളെ പറ്റിയോ ചില അസൈൻമെൻറ്റുകളെ പറ്റിയോ ഒക്കെ സംസാരിക്കാനും അതുമൂലം അത് വിജയത്തിലേക്ക് വരാനും സാധ്യതയുണ്ട്. 6-ാം തീയതി ഫെബ്രുവരി 6-ാം തീയതിക്ക് ശേഷം ശുക്രൻ 7-ാം ഭാവത്തിലേക്ക് വരികയാണ്. അപ്പോൾ കുറച്ചൊന്ന് വിഘടിച്ചു നിന്ന ദാമ്പത്യം ഉള്ളവർക്ക് അത് വീണ്ടും റീയൂണിയൻ സാധിച്ചേക്കാം. അതുപോലെ തന്നെ ബിസിനസ് പ്രവൃത്തി അതൊക്കെ കൂടെ മെച്ചപ്പെടാൻ ഈ 6-ാം തീയതിക്ക് ശേഷം സാധിക്കുന്നതാണ്. ധനപരമായിട്ട് വരുമാനം സ്ഥിരമായിട്ടുള്ള അത് നിലനിൽക്കും. എന്നാൽ വലിയ റിസ്ക്കുള്ള പ്രവർത്തികൾ, വലിയ ഊഹക്കച്ചവടങ്ങൾ മുതലായവ ഇപ്പോൾ ഈ കൂറുകാർ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ദാമ്പത്യ ബന്ധത്തിൽ ഈ വീക്കെൻഡ് അവസാനമാകുമ്പോഴത്തേക്കും കൂടുതൽ ദൃഢതരമാകും. സന്തോഷമായിട്ടുള്ള ഒരു കുടുംബജീവിതം അവർക്ക് ഉണ്ടാകുന്നതാണ്. പരിഹാരമായിട്ട് ഗണപതിയെ ഭജിക്കുക, പാർവതിയെ ഭജിക്കുക, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുക, പ്രാർത്ഥന നടത്തുക, വഴിപാട് കഴിക്കുക ഒക്കെ നല്ല കാര്യമാണ്. അതുപോലെ പങ്കാളിയോട് തുറന്ന സമീപനം, സത്യസന്ധതയോടുകൂടിയുള്ള പെരുമാറ്റവും ഒക്കെ നല്ല ഗുണം ചെയ്യുന്നതാണ്. ഫെബ്രുവരി 1-ാം തീയതി തൈപ്പൂയമാണ്. ഈ പൂയം എന്നുള്ളത് പുഷ്യ നക്ഷത്രം എന്നാണ് അതിന് പറയുക. ഇതിൻ്റെ അധിദേവത സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ആ പേര് പോലും എല്ലാ ഈശ്വരന്മാർക്കും സുബ്രഹ്മണ്യ നമസ്തേസ്തു നമഃ പുരുഷ പൂർവജ നമഃ എന്ന് പറയാറുണ്ട്. അതായത് ഏത് ദേവനും യോജിക്കുന്ന അഥവാ ഉപയോഗിക്കാവുന്ന പേരാണ് സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യോഹം എന്ന് പറഞ്ഞാണ് ജീവാത്മ പരമാത്മ ബന്ധം, ബ്രഹ്മമായിട്ടുള്ള സംയോഗം ത്തെ സൂചിപ്പിക്കുന്നതാണ് സുബ്രഹ്മണ്യൻ എന്നുള്ള പേര് തന്നെ. സുബ്രഹ്മണ്യൻ പുരാണ കഥാപാത്രമായിട്ട് വരുമ്പോൾ എല്ലാത്തിൻ്റെയും ഗുരുവാണ്. സാക്ഷാൽ സദാശിവൻ ഗുരു, ഈശ്വരൻ്റെ പോലും ഗുരു, ശിവൻ്റെ പോലും ഗുരുവായിട്ടിരിക്കുന്നത് സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യൻ്റെ സ്ഥാനമാകട്ടെ ഈ മൂലാധാരം മുതൽക്ക് സഹസ്രാരം വരെ ഉള്ള നാഡിയുടെ ഏറ്റവും മുകളിലുള്ള സഹസ്രാരപത്മത്തിൻ്റെയും മുകളിലായിട്ട് അഥവാ അതിൻ്റെ മധ്യത്തിലായിട്ടുള്ള ബ്രഹ്മരന്ധ്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ. ഇനി അതിന് മുകളിലേക്ക് മറ്റൊന്നില്ല. ഇതാണ് ഗുരുസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ദേവസങ്കല്പമാണ് സുബ്രഹ്മണ്യൻ എന്നുള്ളത്. ഈ സുബ്രഹ്മണ്യൻ എന്തിൻ്റെയും ഗുരുവാണ്. വിശേഷിച്ച് ജ്യോതിശാസ്ത്രത്തിൻ്റെയും ഒക്കെ ഗുരു ഈ സുബ്രഹ്മണ്യൻ തന്നെയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള സുബ്രഹ്മണ്യനെ പൂജിക്കാൻ വിശേഷേണ തിരഞ്ഞെടുത്തിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം. അത് ഈ മാസം ഫെബ്രുവരി 1-ാം തീയതിയാണ്. അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം മുഖേനയാണ് ഇതൊക്കെ നമുക്ക് ഈശ്വരാരാധനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക. ആയതുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ പോയി വഴിപാടുകൾ നടത്തുക, അവിടെ വ്രതമെടുക്കുക, ഇതൊക്കെയും നമുക്ക് ഭാവിയിലേക്ക് വളരെ വളരെ ഗുണങ്ങൾ, നമ്മുടെ ഉപാസനാ സംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് പോകേണ്ടവർക്ക് അത് അങ്ങനെ, പഠന സംബന്ധമായിട്ട്, അതുപോലെ തന്നെ രോഗാദികളിൽ നിന്നുള്ള മുക്തി, ഇങ്ങനെയുള്ള സകല ഫലങ്ങളും ഈ സുബ്രഹ്മണ്യസ്വാമി തരുന്നതാണ്. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം എന്ന് പറയുന്നത്. നമസ്കാരം.